കോഴിക്കോട് പാളയത്താണ് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായകമായ തെളിവ് ലഭിച്ചിട്ടുള്ളത്. കൃത്യത്തിന് ഉപയോഗിച്ച കത്തിയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയത്. പ്രതി ദീപകിന്റെ വീട്ടിൽ നിന്നാണ് ഈ കത്തി കിട്ടിയത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈ മാസം 19-ാം തീയതിയായിരുന്നു നാടിന് നടുക്കി ഈ കൊലപാതകം. ഷഹദ് റഹ്മാൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷഹദ്, അപ്പോൾ ഈ ദീപക് ലഹരിക്ക് അടിമയായിരുന്നു. അപ്പോൾ ലഹരി വിമുക്തി കേന്ദ്രത്തിലും ആശുപത്രിയിലുമൊക്കെ എത്തിച്ചു എന്നുള്ള വൈരാഗ്യത്തിലാണ് ഈ ബിജുവിനെ അതിക്രൂരമായി ശരീരത്തിൽ നിരവധി മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഇയാൾ കൊന്നു തള്ളിയത്. പിന്നീട് ഇയാളിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചു. പക്ഷേ ഇയാൾ കേസന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള കത്തി കണ്ടെത്താനും പോലീസിന് സാധിച്ചില്ല. ഇപ്പോൾ ഈ കത്തി കണ്ടെത്തുകയാണ്. അത് അന്വേഷണത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും, എത്രത്തോളം അന്വേഷണത്തിന് വേഗം കൈവരും. അതോടൊപ്പം ഇയാൾക്കെതിരെ ഇന്ന് പ്രതിഷേധവും ഉണ്ടായി, അല്ലേ ശരത്? പാളയം കൊലപാതകത്തിൽ പ്രതി ദീപകിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചു. 3 ദിവസത്തേക്കായിരുന്നു പോലീസിന് കോടതി കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട കേസിലെ നിർണായക തെളിവായിട്ടുള്ള കത്തി കണ്ടെത്താനുള്ള പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ദിവസവുമായിട്ടും ഈ കേസിലെ പ്രധാന തെളിവായിട്ടുള്ള കത്തി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ച യുവാവിന്റെ വീടിന് മുന്നിലുള്ള കിണറ്റിൽ നിന്ന് കത്തി കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു. അങ്ങനെ സ്കൂബ ടീമിന്റെ സഹായത്തോടുകൂടി അവിടെയുള്ള കിണറ്റിലിറങ്ങി പരിശോധന നടത്തി. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. പിന്നീട് തുടർച്ചയായി ഈ ദീപകിനെ ചോദ്യം ചെയ്തു. പക്ഷേ ദീപക് ഒരു ഘട്ടത്തിൽ പോലും പോലീസിനോട് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്നലെ ഈ പ്രതിയുടെ വീട്ടിൽ വീണ്ടും അന്വേഷണ സംഘം പരിശോധന നടത്തി. ആ ഘട്ടത്തിലാണ് കത്തി ഈ വീട്ടിൽ നിന്നും, അതായത് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട 2ാമത്തെ ദിവസം തന്നെ ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും മരിച്ച യുവാവിന്റെ ഫോണും ഒപ്പം തന്നെ വാഹനത്തിന്റെ കീ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പക്ഷെ അന്ന് കത്തി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇവനെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വീട്ടിൽ പരിശോധന നടത്തുകയും അവിടെ നിന്ന് ഇന്നലെ കത്തി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പ് ഇതുവരെ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്ന്, ഈ പ്രതി യാതൊരു വിധത്തിലുള്ള സഹകരണവും അന്വേഷണ സംഘത്തോട് നടത്തുന്നില്ല. മറ്റൊന്ന്, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് പോലീസ് ഭയന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ആ തെളിവെടുപ്പ് നടത്താതിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് വളരെ രഹസ്യമായി ആർക്കും ഒരു തരത്തിലുള്ള സൂചനകൾ പോലും നൽകാതെ, അതായത് മാധ്യമങ്ങൾക്ക് പോലും ഒരു തരത്തിലുള്ള സൂചനകളും നൽകാതെ ഏകദേശം ഉച്ച ആയപ്പോൾ അന്വേഷണ സംഘം ഈ പ്രതിയുമായി പാളയത്തെത്തി. വളരെ പെട്ടെന്ന് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി അവിടെ നിന്നും അന്വേഷണ സംഘം മടങ്ങുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഈ കുടുംബത്തിന്റെ പ്രതിഷേധം, ഒപ്പം തന്നെ നാട്ടുകാരുടെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഈ പ്രതിയുമായിട്ട് അന്വേഷണ സംഘം കടന്നുകളഞ്ഞു. എന്തായാലും പ്രതിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞു. വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ശരി ഷാദ്, അപ്പോൾ കോഴിക്കോട് പാളയത്തെ അരുംകൊലയിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ തെളിവ് കത്തി കണ്ടെത്തിയിരിക്കുന്നു.